എപ്പോഴും ഡെയിലി അച്ഛൻ ഭയങ്കര കൊളാപ്സ് ആവും, വീണ്ടും ഓക്കെ ആവും, അങ്ങനെ അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്, അതിനകത്ത് പ്രണയ സീൻ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അവിടെ പറയാൻ പറ്റില്ലല്ലോ. ഞാനവിടെ അത്രയും ദിവസം വർക്ക് ചെയ്താലാണ് ഇവിടെ ബാക്കി ബില്ല് അത്ര കുറച്ചിട്ട്, അതാണ് അപ്പം ചിന്ത. മനസ്സിലായി. ആ ഒരു പ്രഷർ എന്ന് പറയണതല്ലേ. അത് ഓ, അത് ഭയങ്കര ഇപ്പം എന്നെക്കാളും ഇതിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം എനിക്കൊരു സോഴ്സ് ഉണ്ടായിരുന്നു, പലർക്കും ആ സോഴ്സ് പോലും ഇല്ലാത്തവരുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ ആശ്വസിക്കുന്നത്. എനിക്ക് ആ സമയത്ത് അവരെ നോക്കാനായിട്ടൊരു സോഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയോണ്ട് കുറച്ച് ദിവസമൂടെ എനിക്ക് ഐസ് കിട്ടിയ അവരുടെ. പക്ഷേ ഈ അച്ഛൻ്റെ കാര്യം ഇതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ വന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പിറ്റേന്നിരിക്കുന്ന സമയത്താണ് ഞാൻ താഴേക്ക്, അച്ഛനപ്പം ഒന്ന് രണ്ട് വാശികൾ, പെട്ടെന്ന് ആഗ്രഹങ്ങൾ. അപ്പം ഡോക്ടർ പറഞ്ഞു ബെറ്റർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടത്തിയമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു മീൻകറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തെരണ്ടി മീൻ തന്നെ വേണം അച്ഛന്. ഞാൻ തെരണ്ടി മീൻ അന്വേഷിച്ച് മുഴുവൻ നടന്നിട്ട് തെരണ്ടി മീൻ കിട്ടിയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് തെരണ്ടി മീൻ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പോയി നോക്കിയപ്പോൾ ഭയങ്കര വില. ഈ തെരണ്ടി അങ്ങനെ എപ്പോഴും അവൈലബിൾ ആകുന്ന സാധനമല്ലല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഓ ബില്ല് ഇത്രയാവും, എന്തായാലും അച്ഛൻ നാളെ വരുമല്ലോ. തെരണ്ടി മീൻ ഇത് ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രശ്നം കേട്ടോ. മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം അല്ല, അപ്പം ഞാൻ പ്രിയോട് പറഞ്ഞു തൽക്കാലം തെരണ്ടി കിട്ടിയില്ല എന്ന് അച്ഛനോട് കള്ളം പറയാം, എന്നിട്ട് നമുക്ക് അച്ഛൻ്റെ ഇഷ്ടമുള്ള ഏതെങ്കിലും തുണ്ടമ്മീൻ വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ തുണ്ടമ്മീനെ കയറി എന്താണെന്ന് തോന്നുന്നു വാങ്ങിച്ച് ഞാൻ ഏട്ടത്തേമ്മ ഏൽപ്പിച്ച് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ട്, ചിറ്റയുടെ മുകളിൽ ഉണ്ണിയുണ്ട്. അപ്പം പിറ്റേന്ന് രാവിലെയായി. അപ്പം പിറ്റേന്ന് രാവിലെ ഡോക്ടർ വരാറായി. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് പാലൊഴിച്ച് പാലപ്പം കഴിക്കണമെന്ന്. അപ്പോൾ ഉച്ചക്കത്തേക്ക് മീൻ വരുമല്ലോ. അപ്പം തെരണ്ടി വാങ്ങിക്കാതിരുന്ന കയ്യിലെ പൈസ തികയായിരുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്, ഞാൻ താഴേക്ക് പാലപ്പം വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് കേൾക്കാം കോഡ് ബ്ലൂ വിളിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ദൈവമേ ആർക്കാണോ കാർഡിയാക് അറസ്റ്റ് വന്നത്, എന്തായാലും ആർക്കാണോ അറ്റാക്ക് എന്തോ വരുന്നത്. അപ്പം ഞാനിങ്ങനെ താഴെ നിന്ന് ആലോചിക്കുക. അപ്പോൾ എനിക്ക് കോള് വരുന്നുണ്ട് ഫോണിൽ ഏതോ നമ്പറിൽ നിന്ന്. അപ്പം ഞാൻ കട്ട് ചെയ്ത് വിടുക. അത് കഴിഞ്ഞ് ഞാനപ്പോൾ താഴെ മായ ചേച്ചി, അവിടുത്തെ നേഴ്സാണ്, TSAGയുടെ വൈഫ്, PRSലെ മായ ചേച്ചിയോട് പറയാം അച്ഛനെല്ലാം കുറഞ്ഞു, ഇപ്പോൾ ഡിസ്ചാർജ് ആവും, വീട്ടിൽ പോകാനിരിക്കുക. കാരണം അത് കഴിഞ്ഞ് 44ാമത്തെ ദിവസം എൻ്റെ കല്യാണമാണ്. അപ്പോഴത്തേക്കിനും ഞാൻ താഴേന്ന് വീണ്ടും കോൾ വന്നു. ഞാൻ പറഞ്ഞു ചേച്ചി എന്നാൽ ഞാൻ മേലോട്ട് ചെല്ലട്ടെ, അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നോർമലി ഞാൻ ലിഫ്റ്റ് കയറിയാണ് പോകുന്നത്, അന്ന് ഞാൻ നടന്നു പോവുക സ്റ്റെപ്പിൽ കൂടെ. സന്തോഷം കാണല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടി അടി അടി. അപ്പോൾ വീണ്ടും ഈ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തപ്പം ഉണ്ണിമോളാണ് വിളിച്ചത്. ചേച്ചി ഓടി വാ, ഒളശേച്ചനെ വിളിക്കുക, ഒളശല്ല ഞങ്ങളുടെ നാട്. അപ്പോൾ ഒളശേച്ചന് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോഡ് ബ്ലൂ വിളിച്ചത് മുഴുവൻ അച്ഛൻ്റെ ആയിരുന്നു. അപ്പോൾ എനിക്കിതറിയില്ലല്ലോ, വേറെ ആർക്കാന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ മേലെ ചെന്നപ്പം ഫുള്ള് അച്ഛന് ഇത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഫുള്ള് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്തു. ആ, പിന്നെ അച്ഛൻ വേഗം വേഗം പിന്നെ വെൻറ്റിലേറ്ററിലായി. പിന്നെ അച്ഛൻ മരിച്ചു. പിന്നെ ആകെ എനിക്ക് ഈ ഇത് ഫുഡും കൊടുക്കാൻ പറ്റിയില്ല, പാലപ്പവും കൊടുക്കാൻ പറ്റിയില്ല. തെരണ്ടി അച്ഛൻ ഭയങ്കര ആഗ്രഹിച്ചു, അതും പിന്നെ നാളത്തേക്ക് മാറ്റി വെച്ചു. ഇത് വലിയ സംഭവം അല്ലെങ്കിൽ കൂടെ അന്ന് മുതൽ ഈ സമയം വരെ ഈ മീൻ മാത്രം ഞാൻ കഴിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ അതുപോലെ തന്നെ. ഇത് വലിയ സംഭവമായിരിക്കില്ല, ഇപ്പോൾ കേൾക്കുന്നതൊക്കെ ഇതൊരു വലിയ സംഭവമാണോ എന്ന് വിചാരിക്കും. അയ്യോ, അതെ അതെ, ശരിക്കും. പക്ഷേ നമ്മൾ കള്ളവും പറഞ്ഞ് ഇത് കൊടുക്കാനും പറ്റിയില്ല. എൻ്റെ ചേട്ടൻ കരിക്കും. എൻ്റെ അമ്മ ലാസ്റ്റ് ചോദിച്ച സാധനമാണ് ചേട്ടനോട്, കരിക്ക്. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അമ്മ മരിച്ചു. എൻ്റെ ചേട്ടൻ അതിന് ശേഷം കരിക്കും കഴിക്കില്ല. കാരണം ഇതൊക്കെ നമ്മളെ ഈ പ്രതീക്ഷിക്കാതെ പോയതാ രണ്ടുപേരും. നമ്മളങ്ങനെ വിചാരിച്ചിട്ട് പോലെ ഈ വയ്യാതെയൊക്കെ കുറേ നാൾ അങ്ങനെ കിടന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. അതെ, അമ്മയും അച്ഛനൊക്കെ നടന്നു കയറിയവരാ ഹോസ്പിറ്റലിൽ. പെട്ടെന്ന് തിരിച്ചു വന്നത് രണ്ടുപേരും നമ്മൾ വല്ലാണ്ടൊരു മെന്റൽ ഷോക്കിലേക്ക് പോകും അല്ലേ അപ്പോൾ. ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടാ, അച്ഛൻ മരിച്ചതിൻ്റെ. അപ്പം അച്ഛനെ ഇതായല്ലോ, ഓക്കെ ആയല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനിങ്ങനെ മരിച്ചു, എനിക്കൊരു 2 ദിവസം തരണം, ഒന്ന് വേറെ ആരും ഇല്ല. അങ്ങനെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സിനിമയ്ക്ക് പോയി ജോയിൻ ചെയ്തു. കാരണം ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല, 44 ദിവസം എൻ്റെ കല്യാണമാണ്. അപ്പം അങ്ങനത്തെ നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ ലൈഫിലുണ്ട്. എന്നാലും വീണ ഇത് കേൾക്കുമ്പോൾ തന്നെ വീണ പറയുമ്പോൾ ഫുൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. നടന്നു കയറിപ്പോയ അച്ഛനും അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ. വീണ നിസ്സഹായാവസ്ഥയുടെ പുറത്താണ് വീണ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. എനിക്കിത് ശരിക്കും എനിക്ക് തോന്നുന്നു പലരുടെ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞ സമയത്തെ നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ വീണ. ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാം. ഏ ദാ. ഉം.
വീണ ഇതിപ്പം വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോയുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് വീണ അനുഭവിച്ച ആ ഒരു വേദന എന്ന് പറയണത്, അത് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കെല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ടല്ലേ. അതുള്ള ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദനയാണ്. എന്തുകൊണ്ട് വീണ അന്നേരം ജോലിക്ക് പോയി? ജോലിക്ക് പോയാൽ എനിക്ക് തോന്നുന്നു അന്ന് വളരെ ഏർലി ഏജാണ്. ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തും നെഗറ്റീവായിട്ടും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അവർ ഈ സിറ്റുവേഷൻ എന്താന്ന് പോലും മനസ്സിലാക്കാണ്ട് എന്തൊക്കെ മോശം അവർ പറഞ്ഞേനെ. അമ്മ ഇതായിട്ട് അവൾ ഉടനെ അഭിനയിക്കാൻ പോയി. അങ്ങനെ എന്തെങ്കിലും ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരിലോ ആരെങ്കിലും വന്ന് അങ്ങനെ കുറ്റപ്പെടുത്തി വീണേനെ? ഏം, നമ്മുടെ നാട്ടുകാർ വീട്ടുകാരും പറയുന്നത് പലതും നമ്മൾ ലേറ്റായിട്ടായിരിക്കും അറിയുക. പക്ഷെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയില്ല. ആ, അതിനുശേഷം അച്ഛൻ മരിക്കുന്നത് മെയ് 8-നാണ്. അപ്പോൾ ജൂണിൽ ഞാൻ ആത്മയുടെ മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ ഈ മെയ് 8 കഴിഞ്ഞിട്ട് വേഗം തന്നെ ഞാൻ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു, സോറി അങ്ങനല്ല, ഒരു വളരെ യാദൃശ്യമായിട്ട് ഞാൻ അവരെ കാണുന്നതാണ്. SP ഗ്രാൻഡേസിൽ വെച്ചിട്ട് ആർട്ടിസ്റ്റിനെ ഞാൻ അവിടെ ചെന്നപ്പം അപ്പോൾ അവരെന്നെ അപ്പോൾ എനിക്കൊരു ഞാൻ കുറച്ച് ബ്രേക്കിന് ശേഷം അച്ഛൻ മരിച്ചിട്ട് ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഇൻസ്റ്റയിലാണോ ഫേസ്ബുക്കിലോ എന്തോ സ്റ്റോറി ഇട്ടു. ഞാൻ ചെന്നൈക്ക് പോകുന്നതിൻ്റെ ഒരു സെൽഫി ഇട്ടു, ഇങ്ങനെ ചിരിച്ചിട്ട് നിന്ന്, ബാക്ക് ടു വർക്ക് എന്നോ എന്തോ ഒരു സാധനം ചിരിച്ചോണ്ടായിട്ടേക്കുന്നത്. അപ്പോൾ അവരെന്നെ പിടിച്ചെടുത്തിട്ട് പറയും, നീയൊക്കെ ഒരു പെണ്ണാണോടി? എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് 7-8 മാസം എടുത്തു എനിക്ക് അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്ത് വരാൻ. നിനക്കൊരു നാണമില്ലേ? നീ ഈ 2 മാസമല്ലേ ഉള്ളൂ നിൻ്റെ അച്ഛൻ മരിച്ചിട്ട്, നീ ഒരു സെൽഫി എടുത്തിട്ടിരിക്കുന്നല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ എന്നെ വീണ്ടും ട്രാക്കിലേക്ക് എത്തിച്ചേ പറ്റൂ. അതെ, നമ്മൾ നമ്മുടെ പുഷ് ചെയ്യാണ് സെൽഫിനെ. കാരണം അത് കഴിഞ്ഞ് ജൂൺ 21-ന് എൻ്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര അപ്പോൾ എന്തെല്ലാം ആയിരിക്കുമല്ലേ ആൾക്കാർ ആ ഒരു സെൽഫിക്ക് പറയുക. ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി അങ്ങനെ ചിന്തിക്കുമായിരുന്നു. നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, അയ്യോ അവരെന്താ വിചാരിക്കുക ഞാനിങ്ങനെ ഇട്ടാൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നാട്ടുകാരെ പേടിയായിരുന്നു എനിക്ക്. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത്, ഓ ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ലല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ എന്ത് ചെയ്താലും ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ, നമ്മൾ അറിയാത്തവരും അറിയാവുന്നവരും പറയും. എന്നാൽ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇതൊന്നും അവർ ചിന്തിക്കില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ. പക്ഷെ അത് നമ്മൾ പിന്നീടായിരിക്കും അറിയുക. അപ്പോൾ നമ്മൾ ഞെട്ടും, ഈശ്വര ഇവരിത്രയും കൂടെ നിന്നിട്ട് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ കൂടെയുള്ളവർ പറയുമ്പോൾ പിന്നെ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വീണയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ തന്നെ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ വീണ എങ്ങനെയാ ആ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തത്? എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അഭാവത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് മോശം പറയുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ ഞാൻ പതിയെ അതിൽ നിന്ന് പുറകിലേക്ക് പോന്നു. അവരോട് ദേഷ്യമൊന്നുമില്ല, അവരെ കാണുമ്പോൾ ഞാൻ ചിരിക്കാൻ റെഡിയാണ്. പക്ഷെ അവരുമായിട്ടുള്ള സൗഹൃദത്തിന് ഞാൻ മുന്നേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല, അത്രയേ ഉള്ളൂ. അവരോട് എനിക്ക് പരിഭവമില്ല, ഇങ്ങനെയുള്ളൊരു വിഷമമുണ്ട് ഉള്ളിൽ. അവർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും അങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്കൊരു നമ്മളില്ലാതെ അല്ല നമ്മുടെ അഭാവത്തിൽ നമ്മളെപ്പറ്റി ഭയങ്കര മോശമായിട്ട് പറയുന്ന സ്റ്റേജുകൾ, അതെല്ലാ കാര്യത്തിലും. എന്നിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര ചിരിച്ചോണ്ട് നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ചുരുങ്ങി ഭയങ്കര ചെറുതാണ്. വളരെ എൻ്റെ +2 മുതലുള്ള എൻ്റെ സുഹൃത്തുണ്ട് അലീന, അവൾ അന്നും എന്നും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ നോക്കിയൊരു 3-4 പേര് അത്രേ ഉള്ളൂ. അതിന് മേലെ എന്നെപ്പറ്റി അറിയാവുന്നവർ ആരുമില്ല. മഞ്ജു ചേച്ചി ഞാനും കാണാറില്ല, മഞ്ജു പത്രോസ്. പക്ഷെ കാണുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി സംസാരിക്കും. എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അങ്ങനെ ആ കാറ്റഗറി ഇല്ല, പക്ഷെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് മഞ്ജു ചേച്ചി. നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന, കാരണം മഞ്ജു ചേച്ചി സ്ട്രഗ്ലിംഗ് ലേഡിയാണ്. അതെ,
അപ്പോൾ അവർക്കേ മനസ്സിലാവുള്ളൂ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അതേപോലെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന, അല്ലാത്തവർക്ക് മനസ്സിലാവില്ലെന്നേ. പിന്നെ നമ്മളിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സോഴ്സ് ഉണ്ട്, എനിക്ക് സോഴ്സ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നേരെ താഴോട്ടാണ്. അപ്പോൾ എനിക്ക് ഓക്കെ ആവും, ഞാൻ കൂൾ ഡൗൺ ആവും. നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ? ഞാൻ താഴോട്ട്, ദൈവമേ എനിക്കിപ്പോൾ കയറി കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ വണ്ടിയുണ്ട്, അധ്വാനിക്കാൻ കാലും കൈയും ആവതുണ്ട്, ദൈവം അനുഗ്രഹിച്ച അസുഖങ്ങളൊന്നുമില്ല. അതൊരു വലിയ സമ്പാദ്യമാണ് ഇത്രയും. അപ്പോൾ അതൊന്നുമില്ലാത്ത എത്ര പേരാണുള്ളത്. നമ്മൾ ഈ മേലോട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ദൈവമേ അവൾക്ക് മറ്റേ സിനിമ കിട്ടി, അയ്യോ എനിക്കെന്താ കിട്ടാത്ത, ദൈവമേ മറ്റവൾ മറ്റേത് വാങ്ങി, അവൾ കാറ് വാങ്ങി, അവൾ ബംഗ്ലാവ് വാങ്ങി, അല്ലെങ്കിൽ വീട് വാങ്ങി. അങ്ങനെ ചിന്തിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഞാൻ ചിന്തിക്കുന്നത് സീരിയൽ എന്ന് പറയുന്ന മിനി സ്ക്രീനിൽ നിന്ന് ഒരുപാട് പേരുന്ന സിനിമയെ വന്നിട്ടില്ല. എനിക്കതിനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ബിഗ് ബോസ് പോലൊരു ഷോയിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ എനിക്ക് നഷ്ടങ്ങൾ ഒത്തിരി എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, അതല്ലാതെ ഒത്തിരി വേറെ ഭാഗ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് വലിയ അങ്ങനെ അയ്യോ ദൈവമേ എനിക്ക് എന്തിന് ഈ ജീവിതം തന്നു, അങ്ങനെ ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് കൈക്കും കാലിനും സ്വാധീനം ഉണ്ടെന്നേ. അസുഖങ്ങൾ, മാറാരോഗങ്ങളൊന്നുമില്ല. അത് തന്നെ ഏറ്റവും വലിയ അസറ്റ്. സത്യം. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പോയി, അതൊരു വലിയ നമ്മുടെ ചിറകൊടിയുന്ന പോലെ തന്നെയാണ്. അതെ. ഒരു പക്ഷിയുടെ 2 ചിറക് ഒടിഞ്ഞാലും പക്ഷിക്ക് മുന്നോട്ട് ജീവനില്ലേ, നമുക്ക് മുന്നേക്ക് പോവണ്ടേ. അതേപോലെ എൻ്റെ യാത്രകൾ എപ്പോഴും. ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണതും അച്ഛനെയും അമ്മയും തന്നെയാണ്. ഉറപ്പല്ലേ? അന്നും ഇന്നും എന്നും എനിക്കൊരു തിരിച്ചൊരു എന്താ പറയുക, ബാക്കിലേക്ക് ഒരു മറ്റേ നമുക്ക് ലൂപ്പ് എന്നല്ലല്ലോ എന്നെ പറയുന്നത്, എന്താ ഒന്ന് റീകറക്ഷൻ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കല്യാണവും കഴിക്കില്ലായിരുന്നു. പക്ഷെ അമ്പാടി വേണം കേട്ടോ. കല്യാണം കഴിക്കില്ലായിരുന്നു. കല്യാണം എൻ്റെ ലൈഫിലെടുത്ത മോശം ഡിസിഷനാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നെങ്കിൽ കല്യാണമേ കഴിക്കില്ലായിരുന്നു ഞാൻ അച്ഛൻ്റെ അമ്മയുടെ. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛനും അമ്മയും, ഞങ്ങൾ ഈ കോട്ടയത്ത് നിന്ന് ഇപ്പോഴാണല്ലോ ഇത്രയും വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ കോട്ടയത്ത് വരുന്നത്. പണ്ടൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല. അമ്മയുടെ അസുഖങ്ങളൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് ആദ്യമേ സിംറ്റംസ് കാണിച്ചത് ജോഗ്രനസ് എന്നായിരുന്നു അമ്മയുടെ അസുഖത്തിൻ്റെ പേര്. അത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ്. എന്നിട്ട് ബോഡി തന്നെ ബോഡിയെ ഇത് ചെയ്യും, ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നത്. അതൊക്കെ മുന്നേ സിംറ്റംസ് കാണിച്ചിരുന്നു. പക്ഷെ നമുക്ക് അന്നത്തെ കാലത്ത് അതറിയില്ലേ. എൻ്റെ ചെറുതിൽ ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അറിയില്ല. നമ്മൾ അറിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. പക്ഷെ എന്നാലും അമൃതയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് അമൃതയെ കാണിച്ചിരുന്നു. പക്ഷെ കുറേ കൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തേനെ അച്ഛനും അമ്മയ്ക്കും. ഞാൻ കുറേ കൂടെ അവരെ നോക്കിയേനെ. എനിക്ക് പല സമയത്തും തിരക്ക് വരുമ്പോഴേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പ്രയോറിറ്റി കുറയും പലപ്പോഴും. അവരവിടെ ഉണ്ടല്ലോ, എപ്പോഴേലും വിളിച്ചാൽ മതിയല്ലോ. അവരുടെ കോളാ വരുന്നെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് അച്ഛനല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അത് നമുക്കറിയാം അവരവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ 5 ദിവസം വിളിച്ചില്ലെങ്കിലും 10 ദിവസം വിളിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ ഉണ്ട് എന്നറിയാം. പക്ഷെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. എന്നിരുന്നാലും പലപ്പോഴും കോള് നമ്മൾ ലൊക്കേഷനിലുള്ളപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ അമ്മ വിളിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ച ദിവസങ്ങളുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമല്ലോ. പിന്നെ സന്ധ്യ ആകുമ്പം അമ്മ വീണ്ടും ഓർക്കും, എപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്, അമ്മ ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈശ്വര ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ആ കോളുകളൊക്കെ എനിക്ക് എടുക്കാറുന്നില്ലേന്ന് ഇപ്പം തോന്നുന്നു. കാരണം അത് പ്രായത്തിൻ്റെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത കുട്ടികളുണ്ട് കേട്ടോ ഒരുപാട്. എൻ്റെ ഭാഗത്തിൽ ഞാൻ ലൈഫിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്സുകളിലൊന്ന്, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നല്ലാണ്ട് അവർക്ക് ഞാൻ ടൈം കൊടുത്തില്ല. ലൈഫിൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ടൈമാണ്.